AITUC ജില്ലാ കമ്മിറ്റി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. റെയിൽവേ സ്വകാര്യവൽക്കരണവും നിയമന നിരോധനവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. AITUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത്. റെയിൽവേ സ്വകാര്യവൽക്കരണവും നിയമന നിരോധനവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ലാലു ഉദ്ഘാടനം ചെയ്തു. വർഷം തോറും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് 2014 വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യൻ റെയിൽവേയിൽ നിലവിൽ ഒഴിവുള്ള 3.5 ലക്ഷം തസ്തികകൾ നികത്താൻ ശ്രമിക്കാതെ റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നാട് നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കേണ്ടത് രാജ്യത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ പ്രത്യേകമായ റെയിൽവേക്ക് ഒരു ബഡ്ജറ്റ് അനുവദിച്ചിട്ടുണ്ട്. കാരണം റെയിൽവേയുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന നിലയിൽ റെയിൽവേയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് സമ്പദ് വ്യവസ്ഥയിലെ മറ്റു ഘടകങ്ങളെ ഏകോപിപ്പിക്കുന്ന പോലെ തന്നെ റെയിൽവേ ശൃംഖല ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു റെയിൽവേ ബഡ്ജറ്റ് കൂടി ഉണ്ടാകും. ആ റെയിൽവേ ബഡ്ജറ്റ് നിർത്തലാക്കുകയും നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ നിന്നാണ് മറ്റു ബഡ്ജറ്റോടും ചേർത്തുകൊണ്ട് റെയിൽവേ എന്ന പ്രത്യേക സംവിധാനവും അതിന്റെ ബഡ്ജറ്റും ഇല്ലാതായിട്ടുണ്ട്. ഏതാണ്ട് 3.5 ലക്ഷം തസ്തികയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. 3.5 ലക്ഷം, 1-2 അല്ല, 3.5 ലക്ഷം. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓരോ വർഷവും 2 കോടി ചെറുപ്പക്കാർക്ക് പുതിയതായി തൊഴിൽ കൊടുക്കും എന്ന വാഗ്ദാനവുമായിട്ടാണ് 2014 നരേന്ദ്രമോദി ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയായിരുന്നു. കോടിക്കണക്കിന് മനുഷ്യരുള്ള ഈ നാട്ടിൽ നിരവധിയായിട്ടുള്ള അഭ്യസ്തവിദ്യരുമല്ലാത്തവരുമായിട്ടുള്ള ചെറുപ്പക്കാർ തൊഴിലിന് വേണ്ടി അലയുമ്പോഴാണ് വലിയ ഒരു നെടുങ്കൻ പ്രഖ്യാപനം അന്ന് BJPയുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും ഭാഗത്തുനിന്നുണ്ടായത്. അന്ന് അധികാരത്തിൽ വന്ന 2 കോടി ചെറുപ്പക്കാർക്ക് ഒരു വർഷം തൊഴിൽ നൽകുമെന്നുള്ളതായിരുന്നു ആ പ്രധാനപ്പെട്ട വാക്ക്. ചിന്നക്കട MN സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ 2 കവാടത്തിൽ സമാപിച്ച് ധർണ നടത്തി. തുടർന്ന് AITUC ജില്ലാ സെക്രട്ടറി ജി ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ അഡ്വക്കേറ്റ് H രാജീവൻ, B മോഹൻദാസ്, B രാജു, ജോബോയി പെരേര, SD അഭിലാഷ്, അഡ്വക്കേറ്റ് CG ഗോപുകൃഷ്ണൻ, K വാസുദേവൻ, KM മനീഷ്, പ്രദീപ്, M സജീവ്, B ഷാജഹാൻ, T ജെറോൺ, S അഷ്റഫ്, A ബിജു, K രാജീവൻ, B ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾക്കെല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ്. ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന AITUC തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.